അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ സന്ദേശം 13. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ അംഫാലിലെ 26-ാമത്തെ വചനമാണ്. ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ബദരീങ്ങളെ സ്മരിക്കണം എന്ന ഏറ്റവും വലിയ പാഠമാണ്. ഇന്ന് ബദർ സ്മൃതിയുടെ നാളാണ്. നമ്മൾ ബദരീങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്ന നാളാണ് റമദാൻ 17. അല്ലാഹു തആല ഇത് പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ബദരീങ്ങള് ഒരു സംഭവമാണ്, ബദരീങ്ങളിലൂടെ അള്ളാഹു അവന്റെ ദീൻ ഇവിടെ സ്ഥാപിച്ചു എന്നതൊരു സത്യമാണ്. പക്ഷെ അത് കരുതി ബദരീങ്ങളെങ്ങനെ ഓർക്കേണ്ടതും പറയേണ്ടതുമൊക്കെ ഉണ്ടോ? ആണ്ട് കഴിക്കേണ്ടതുണ്ടോ? അവരുടെ മദ്ഹ് പറയേണ്ടതുണ്ടോ? എന്തിനാണ് ഇതൊക്കെ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാര് നമുക്ക് കാണിച്ചു തന്ന ഈ പാരമ്പര്യത്തിന് ദീനിൽ തെളിവുണ്ടാകുമെന്ന് പറയേണ്ടതില്ല. കാരണം അള്ളാഹുവും അവന്റെ റസൂലും സമ്മതിക്കാത്ത ഒരു കാര്യം അവർ ചെയ്യില്ല. അതുകൊണ്ട് അള്ളാഹു ഇതാ പറയുന്നു സൂറത്തുൽ അംഫാലിൽ, വദ്കുറൂ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പറയണം. വദ്കുറൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓർക്കണം, പറയണം എന്നാണ് എന്നറിയാത്ത, അറബി ഭാഷ അറിയുന്ന ഒരു ചെറിയ കുട്ടി പോലും ഉണ്ടാവില്ല. വദ്കുറൂ, നിങ്ങൾ പറയണം, നിങ്ങൾ ഓർക്കണം. ഇദ് അൻതും ഖലീലും മുസ്തളഅഫൂന ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന അങ്കുലിപരിമിതരായ വിരലിലെണ്ണാൻ പറ്റുന്ന തുച്ഛം പേര് മാത്രമായ സമയത്ത്, തഖാഫൂന അൻ യതഖത്തഫകുമുന്നാസ്, നിങ്ങളെ ജനങ്ങൾ റാഞ്ചിക്കൊണ്ടുപോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ശത്രു പ്രബലരാണ്, നിങ്ങൾ അബലരാണ്. ആ സമയത്ത് അവർക്ക് അങ്ങ് കൊത്തി വാരി എടുത്തു കൊണ്ടുപോകാനേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ ശത്രുക്കൾ റാഞ്ചിക്കൊണ്ടുപോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. അതായത് ബദർ ഒരിക്കലും ബദറിൽ നിന്ന് തുടങ്ങരുത്. അതേസമയം ഹിജ്റയുടെ മുമ്പ് മുസ്ലിമീങ്ങൾ അനുഭവിച്ച ശക്തമായ പീഡനക്കഥകൾ ആദ്യം പറയണം. അപ്പോൾ എന്നിട്ട് ബദർ പറഞ്ഞാൽ ഒരിക്കലും ബദർ ഒരധികപ്പറ്റാവില്ല. ആദ്യത്തെ സമരത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയവും മുസ്ലിമീങ്ങൾ വെട്ടിപ്പിടിക്കുകയായിരുന്നോ എന്നൊരു തോന്നൽ വരും. അവിടെയാണ് ഇന്നലെ പറഞ്ഞതുപോലെ ഇത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നത്. നിങ്ങളെ ഇവർ റാഞ്ചി കൊണ്ടുപോകുമോ എന്ന് മക്കയിൽ നിന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നേരം ഫആവാക്കും, അള്ളാഹു നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മണ്ണിലേക്ക് അഭയം നൽകി, അഥവാ മദീനയിലെത്തിച്ചു. വഅയ്യദകും ബിനസ്രിഹി, എന്നിട്ട് ബദറിലൂടെ അള്ളാഹുവിന്റെ സഹായം തന്ന് അവൻ നിങ്ങളെ പ്രബലരാക്കി. വറസഖകും മിനത് ത്വയ്യിബാത്ത്, അന്ന് മക്കയിൽ ശത്രുക്കൾ നിങ്ങളിൽ പലരുടെയും ധനങ്ങൾ, എല്ലാവരുടെയും സമ്പത്ത് അവിടെ തടഞ്ഞുവെച്ചു. അതിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും തിരിച്ചു പിടിക്കാനായി വിശുദ്ധമായ സമ്പത്ത്, സമരാർജിത സ്വത്തുക്കളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകി. ഈ രംഗമൊക്കെ നിങ്ങൾ എപ്പോഴും ഓർക്കണം മുഅ്മിനീങ്ങളെ. മുഅ്മിനീങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത ഒരു കാലത്ത് ഈ നിരായുധരായ വളരെ പാവങ്ങളായിരുന്ന ഇവരെ അള്ളാഹു സഹായിച്ച ആ കഥ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം, നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം.
അപ്പോഴേ ലഅല്ലക്കും തഷ്കുറൂൻ, ബദരീങ്ങളെ പറയാത്ത സമൂഹം, ബദരീങ്ങളെ ഓർക്കാത്ത സമൂഹം, അവർ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവരാണ്. നിങ്ങൾ നന്ദിയുള്ളവരാകണമെങ്കിൽ അതോർക്കുകയും പറയുകയും വേണം. ഇവിടെയാണ് ഇദ് അൻതും ഖലീലും മുസ്തളഅഫൂന ഫിൽ അർളി തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ് എന്ന് പറഞ്ഞിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബദറിൽ നിന്ന് ബദർ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മുസ്ലിമീങ്ങൾക്ക് വിജയവും വരുമ്പം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് ഇസ്ലാം എന്ന ആ ആരോപണം സത്യമാണോ എന്ന് തോന്നിപ്പോകുക സ്വാഭാവികമാണ്. അങ്ങനെയല്ല. മക്കയിലെ 13 കൊല്ലം, 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി, ദീനീ പ്രബോധനം തുടങ്ങി. മക്കയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി 13 കൊല്ലം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, നബിയും സഹാബത്തും. അതിനുശേഷമാണ് സ്വന്തം നാടുപേക്ഷിച്ച്, സ്വത്തുക്കൾ ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച് അവർ ആദർശ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് ഹിജറ പോകുന്നത്. എന്നാലും നമ്മളൊരു ചോരയാണ്, നമ്മളൊരു കുടുംബമാണ്, പരസ്പരം ഏറ്റുമുട്ടണ്ട. അള്ളാഹു അവർക്ക് ജിഹാദിന് അനുമതിയും കൊടുത്തില്ല. അങ്ങനെയാണ് മദീനയിലേക്ക് പോകുന്നത്. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ആദർശം സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കയ്യിലുള്ള പണം മുഴുവൻ കൊടുത്തു. അങ്ങനെ തുടങ്ങിയിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ കൊടുത്തിട്ട് പോന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞ് അവരവരുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി വിദേശികളായി മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാരെ കൂട്ടുപിടിച്ച് വീണ്ടും മർദ്ദനങ്ങൾ തുടർന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, നിരന്തരമായി വേട്ടയാടുന്ന ഒരു സമൂഹത്തിന് ജിഹാദിന് അനുമതിയുണ്ട്. ഇന്നലെ നമ്മൾ ഓതി. അപ്പൊ ഇത് ഓർക്കുക തന്നെ വേണം. അതിനെന്ത് ചെയ്യണം? ഈ ആദ്യകാലത്തെ ദുരനുഭവങ്ങളുടെ പട്ടികകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. യാസിർ കുടുംബത്തെ അവർ എത്ര ശക്തമായിട്ടായിരുന്നു പീഡിപ്പിച്ചിരുന്നത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, അവിടുത്തെ വാപ്പ, അവിടുത്തെ ഉമ്മ, അതുപോലെ തന്നെ അമ്മാർ തങ്ങള് ഇവരെയൊക്കെ ശക്തമായി പീഡിപ്പിച്ചു. അബൂജഹൽ അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. മണലാരണ്യത്തിലേക്ക് കൊണ്ടുപോയി പഴുത്ത മണലിലിട്ട് ആ മണലിൽ അവരെ കെട്ടിവലിക്കുമായിരുന്നു. ഒട്ടകത്തിന്റെ കാലുകളിൽ അതുപോലെ തന്നെ കയറ് കെട്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് കെട്ടിവലിപ്പിക്കുക, ഇതൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ നിരന്തരമായി നെഞ്ചത്ത് പാറക്കല്ലുകൾ കയറ്റി വെക്കുക, നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ മതം വിടണം, മതത്തിൽ നിന്ന് രാജിവെക്കണമെന്ന് പറയുമ്പോഴാണ് തിരുനബി തങ്ങൾ ഒരിക്കൽ അവരുടെ അടുത്തുകൂടെ നടന്നു പോകുന്നത്. ശക്തമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിനെ കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സ്വബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, സ്വബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. ക്ഷമിക്കണം യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് തോന്നും എന്താണിത് മുഹമ്മദ് നബി നമ്മളോട് പറഞ്ഞത്, ഹബീബായ നബിതങ്ങൾ നമ്മളോട് പറഞ്ഞത് ഏകദൈവ വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടെന്നല്ലേ? എന്നിട്ട് എന്താണ്, ഇതാണോ വിജയം? ഞങ്ങളെ ജീവന് പോലും അഭയമില്ല, എന്തുമാത്രം വലിയ അക്രമമാണ് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി പറഞ്ഞു, ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സുഖവും സന്തോഷവും വിജയവും ഒക്കെ വാഗ്ദത്തം ചെയ്ത ഭൂമി അത് സ്വർഗമാണ് മക്കളെ, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ വെന്തുരുകുന്ന മാംസത്തിലേക്ക് ഊതിക്കൊണ്ട്, അതുപോലെ തന്നെ പൊള്ളുന്ന മാംസത്തിലേക്ക് ഊതിക്കൊണ്ട് യാസിർ കുടുംബം ഇങ്ങനെ പറഞ്ഞ ഒരു വാക്കുണ്ട്, നബിയെ, നാളെ പരലോകത്ത് സ്വർഗം കിട്ടുമെങ്കിൽ ഇതൊക്കെ വളരെ ചെറുതാതങ്ങളെ, ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്. ആ നിരന്തര പീഡനത്തിൽ യാസിർ മരിച്ചുപോയി. അതുപോലെ തന്നെ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് യാസിർ മരിച്ചുപോയെങ്കിൽ അമ്മാർ റളിയല്ലാഹുവിന്റെ ഉമ്മ ബീവി സുമയ്യ ഇസ്ലാമിൽ ആദ്യത്തെ ഷഹീദത്താണ്. ആ സുമയ്യ ബീവിയുടെ മുൻദ്വാരത്തിലേക്ക് കുന്തം പഴുപ്പിച്ച് കയറ്റി, അതിൽ കിടന്ന് കുത്തിക്കയറ്റി, അതിൽ കിടന്ന് പെടഞ്ഞു മരിച്ചു ബഹുമാനപ്പെട്ട ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ. എങ്കിൽ കഴിഞ്ഞില്ല, വീണ്ടും തുടരുന്നു പ്രിയപ്പെട്ടവരെ. അമ്മാറുണ്ട്, മകൻ അമ്മാർ. ആ അമ്മാറിനെ അവർ അതാ കയറിൽ കെട്ടി വലിച്ചു, മണൽപ്പരപ്പിലൂടെ ചുട്ടുപൊള്ളുന്ന കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചു നോക്കി.
വെള്ളത്തിൽ പിടിച്ച് മുക്കി ശ്വാസം മുട്ടിച്ച് മരിക്കുമെന്ന് കാണുമ്പോൾ പൊക്കും. അങ്ങനെ വെള്ളത്തിലിട്ട് ശ്വാസം മുട്ടിച്ച് ബോധം കെട്ട സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെയും അവര് ദീൻ വിടണമെന്ന് പറഞ്ഞപ്പോൾ തയ്യാറായില്ല. ലാ നത്രുകുക ഹത്താ തസുബ്ബ മുഹമ്മദ, മുഹമ്മദിനെ ഒന്ന് തെറി വിളിക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞപ്പം, അല്ലെങ്കിൽ ലാത്തയുടെയോ ഉസ്സയുടെയോ പേരിൽ ഒരു നന്മയെങ്കിലും നീ പറയണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിൽ കുടുങ്ങിപ്പോയ ഒരു രംഗം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവസാനം നിർബന്ധിതനായി ലാത്തയെയും ഉസ്സയെയും രണ്ട് മദ്ഹ് പറഞ്ഞാലും ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് അവരെപ്പറ്റി മദ്ഹ് പറഞ്ഞപ്പോൾ അവർ വിട്ടയച്ചു. അപ്പോഴേക്ക് കുറ്റബോധം പിടികൂടിയ ഹൃദയവുമായി അതാ വരുന്നു ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇങ്ങനെ നിരന്തരമായി കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചും വെള്ളത്തിലിട്ട് മുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊരുങ്ങിയും എന്നെ പീഡിപ്പിച്ചു, തങ്ങളെ ചീത്ത പറയണമെന്ന് പറഞ്ഞു. ജീവൻ പോകുകയാണെങ്കിലും പറയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ലാത്തയുടെയും ഉസ്സയുടെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു നന്മ പറയണമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. തങ്ങളെ, ഞാൻ കാഫിറായി പോകുമോ? എന്റെ ആദർശം നഷ്ടപ്പെടുമോ? അപ്പോഴാണ് അല്ലാഹ് ആയത്തിറക്കിയത്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനി. ഈമാന മുഅ്മിനായതിന്റെ ശേഷം വീണ്ടും അള്ളാഹുവിനെ കൊണ്ട് കാഫിറായി പോയവർ, നിഷേധിച്ചു പോയവർ, അവർ പരാജയത്തിലാണ്. അവർ എല്ലാ അർത്ഥത്തിലും അവർ നരകത്തിലേക്ക് പോകേണ്ടവരാണ്. പക്ഷേ ഇല്ലാമൻ ഉക്രിഹ്, നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞവരൊഴികെ, വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, കുഫറിന്റെ വാക്കുകൾ പറയുമ്പോഴും അവരുടെ ഹൃദയം അപ്പോഴും ഈമാൻ കൊണ്ട് ധന്യമാണ്, സമൃദ്ധമാണ്. ഈമാനിൽ അതെല്ലാ നിലക്കും ശാന്തമാണ്. അതോടുകൂടെയാണ് പ്രത്യക്ഷത്തിൽ അവരങ്ങനെ പറഞ്ഞത്. അത് സാരമില്ല എന്ന സൂറത്തുൻ നഹ്ലിലെ 106-ാമത്തെ ആയത്തിറങ്ങുകയും നബിതങ്ങൾ അമ്മാറിനെ സമാധാനിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏതാവട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഉണർത്തുന്നത്, ബദറിൽ അള്ളാഹു നമുക്ക് നൽകിയ ആ സഹായങ്ങളെ കുറിച്ച് നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണമെന്നാണ് അള്ളാഹു എന്നോടും നിങ്ങളോടും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ബദരീങ്ങളെ അനുസ്മരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് വളപ്പിൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ ബദ്ർ മൗലിദിലൂടെ അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, യാ ഹാളിറൂന തവസ്സലു വതശഫഉ ബിഅലാഇഹിം ഫീ കുല്ലി ശൈഇൻ തദ്ഫറു യാ റബ്ബു യാ റഹ്മാനനാ നതവസ്സലു ബിൽ മുസ്തഫാ വബിജാഹിഹിം നസ്തൻസിറു ഔസിഅ ലിനശ്കുറ നിഅമതൻ അൻഅംതഹാ ഫളലൻ അലൈനാ അൻത റബ്ബുൻ അക്ബറു. ബഹുമാനപ്പെട്ടവർ അവിടത്തെ ബദരീങ്ങളെ കുറിച്ചുള്ള മൗലിദ് അവസാനിപ്പിക്കുമ്പോൾ മൗലിദ് ഓതുന്ന സദസ്യരോട് പറയുകയാണ്, യാ ഹാളിറൂൻ, സദസ്സിൽ ഹാജരായിട്ടുള്ളവരെ, സദസ്യരെ, തവസ്സലു വതശഫഉ, നിങ്ങൾ വസീലയാക്കൂ, നിങ്ങൾ റെക്കമെൻഡ് തേടൂ, ബി അലാഇഹിം, ബദരീങ്ങളുടെ മഹത്വം കൊണ്ട്, ഫീ കുല്ലി ശൈ, എല്ലാ വസ്തുക്കളിലും നിങ്ങൾ ബദരീങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്യൂ, എങ്കിൽ തദ്ഫറു, നിങ്ങൾക്ക് ഉന്നത വിജയം നേടാം. യാ റബ്ബു യാ റഹ്മാനനാ നതവസ്സലു, ഞങ്ങളുടെ രക്ഷിതാവായ കാരുണ്യവാനായ പടച്ചോനെ, നതവസ്സലു, ഞങ്ങളിതാ തവസ്സുലാക്കുന്നു, ഇട തേടി വരുന്നു നിന്നിലേക്ക്. ആരെ? ബിൽ മുസ്തഫാ വബിജാഹിഹിം നസ്തൻസിറു, മുസ്തഫായ നബിതങ്ങളെ കൊണ്ട്, വബിജാഹിഹിം, അതുപോലെ തന്നെ മറ്റു മുഴുവൻ ബദരീങ്ങളുടെയും ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട്, നസ്തൻസിറു, ഞങ്ങൾ നിന്നോട് സഹായം തേടുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക്, അതാണ് ശ്രദ്ധേയമായത്, ഔസിഅ ലിനശ്കുറ നിഅമതൻ അൻഅംതഹാ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനുള്ള ഒരു സുമനസ്സെങ്കിലും ഞങ്ങൾക്ക് നൽകണേ, നല്ല ഒരു മനസ്സെങ്കിലും ഞങ്ങൾക്ക് നൽകണേ, സന്മനസ് നൽകണേ. ഫളലൻ അലൈന, നീ ഞങ്ങളോട് സ്നേഹം കാണിച്ചുകൊണ്ട് നീ അനുഗ്രഹിച്ച അനുഗ്രഹം, അഥവാ ബദറിൽ ഞങ്ങളെ സഹായിച്ചു, നിരായുധരായ ഞങ്ങളെ സഹായിച്ചു, വളരെ പാവങ്ങളായ ഞങ്ങളെ സഹായിച്ചു. അൻത റബ്ബുൻ അക്ബറു, പടച്ചവനെ, നീ
ഏറ്റവും വലിയ പടച്ചോനാണ്, നീയാണ് ഏറ്റവും വലിയ റബ്ബ്, ഞങ്ങൾ സമ്മതിച്ചു പറയുന്നു. ആ ബദരീങ്ങളെ ഓർത്തുകൊണ്ട്, ആ ബദരീങ്ങളെ പറഞ്ഞുകൊണ്ട്, ആ ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് നിന്നോട് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഞങ്ങൾക്ക് തരണേ. അതാണ് അള്ളാഹു ഈ സൂറത്തുൽ അംഫാലിന്റെയും അവസാന ഭാഗത്ത് ബദരീങ്ങളെ ഓർക്കാൻ പറഞ്ഞിട്ട് ലഅല്ലക്കും തഷ്കുറൂൻ, അപ്പോഴേ നിങ്ങൾക്ക് നന്ദിയുണ്ടാവൂ എന്ന് പറഞ്ഞത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ബദരീങ്ങളെ ഓർത്തുകൊണ്ട് തഖ്വ ചെയ്ത് ജീവിക്കണം, എങ്കിലേ നിങ്ങൾക്ക് നന്ദിയുണ്ടാവൂ. അപ്പൊ ബദരീങ്ങള് നമുക്ക് നിലനിർത്തി തന്ന ദീനനുസരിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശുക്രിന്റെ ഭാഗമാണ്, അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. അതുപോലെ ബദരീങ്ങളെ ഓർക്കേണ്ടതും ബദർ സ്മൃതിയും അതും അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമാണ് എന്നുണർത്തിക്കൊണ്ട് അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ഇഹവും പരവും അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ എന്ന ദുആഓടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.